ഓ എല്ലാം കേടാവുവാന്നോ? എടേ ഏ ഇയാളെ ആ ഈ വെള്ളിയാഴ്ച വൈകിട്ട് അങ്ങ് വീട്ടിൽ പൊക്കോ. ഞാൻ എന്തിനിപ്പോ വീട്ടിൽ പോകുന്നത്? ശനിയാഴ്ച അല്ലേ ഇങ്ങോട്ട് വന്നേ പോയിട്ട്. നീ അങ്ങ് വീട്ടിൽ പൊക്കോ. നീ വീട്ടിൽ പോയിട്ട് ആ തിങ്കളാഴ്ച രാവിലെ കൊച്ചിനെ സ്കൂളിൽ വിടാൻ പരുവത്തിന് ഇനി വന്നാ മതി. എന്തിനാ? എന്തിനാണെന്ന് ചോദിച്ചാൽ അമേരിക്കയ്ക്ക് സഖ്യകക്ഷിയായിട്ട് ചൈന വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ചൈന വന്നാൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ഭയങ്കരമായ യുദ്ധം നടക്കാൻ ചാൻസ് ഉണ്ട്. അമേരിക്കയുടെ ശക്തമായ പിൻബലത്തോടു കൂടി ചൈന ഭയങ്കര യുദ്ധം അഴിച്ചുവിടും. ഓപ്പൺ ഫയറിംഗ് ആയിരിക്കും. അത് ഒഴിവാക്കാനാണ് നിന്റെ അടുത്ത് വീട്ടിൽ പോകാൻ പറഞ്ഞത്. ഓക്കെ ശരി. അമേരിക്കയും ചൈനയും കൂടെ ഒന്നിക്കുന്നതിന് ഇവളെന്തിനാവാ വീട്ടിൽ പോന്നേ? ഓ ഇവന് ഭ്രാന്താ. അമ്മുമ്മേ, അമ്മുമ്മ അമേരിക്ക, അപ്പച്ചി ചൈന, അമ്മ ഇന്ത്യ. അമേരിക്കയും ചൈനയും ചേർന്ന് ഇന്ത്യക്കെതിരെ യുദ്ധം നടക്കാതിരിക്കാനാണ് അപ്പ ഇന്ത്യയോട് വീട് വിട്ടുപോകാൻ പറഞ്ഞത്. അപ്പൊ ഈ വീടൊരു യുദ്ധഭൂമി ആവാതിരിക്കും. മുമ്മയ്ക്ക് മനസ്സിലായോ? ഓഹോ, ഇവിടെ എല്ലാം കോഡ് ഭാഷയല്ലാ സംസാരിക്കുന്നേ. അന്നേരം എനിക്കിതൊന്നും മനസ്സിലാവത്തില്ലല്ലോ. അതാ കഥ. അനിയത്തിയുടെ കല്യാണം എന്നത്തേക്കെന്ന് വല്ലതും തീരുമാനിച്ചോ? കല്യാണത്തിന്റെ ഡേറ്റ് എടുത്ത് ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു. 22-ാം തീയതി, അടുത്ത മാസം 22-ാം തീയതി കല്യാണം. എന്തുവാ കൊടുക്കുന്നേ വാങ്ങുന്നേന്നൊക്കെ എന്തോ ആയി? അമ്മ എന്ത് രഹസ്യമായിട്ട് പറയുന്ന? എന്തുവാ കൊടുക്കുന്നേ വാങ്ങിക്കുന്നതൊക്കെ അവര് തീരുമാനിച്ചിട്ടുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാനും ചെയ്യും. നീ ചെയ്യാൻ നിന്റെ എന്തോ ഇരിക്കുന്നടാ. നീ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ നീ തലയിടരുത്. നിന്റെ പാട് നോക്കി നിന്നോണം നീ. അങ്ങനൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല. എനിക്കിപ്പോ അവളുടെ അനിയത്തിയാന്നും പറഞ്ഞ് അങ്ങനെ ചെയ്യാതിരിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. എനിക്കിപ്പോ എന്റെ പെങ്ങടെ കണക്കേ ഉള്ള അവളുടെ അനിയത്തി. എന്റെ പെങ്ങടെ കല്യാണത്തിന്റെ സമയത്ത് ഞാൻ ചെയ്ത കണക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും ചെയ്യും. അത്രേ ഉള്ളൂ. നിന്റെ കയ്യിൽ എന്തോ ഇരിക്കുന്നു? നീ ചെന്ന് കേറി കൊടുക്കാൻ. അതിപ്പോ എന്തെങ്കിലും ഇരുന്നിട്ടാണോ? ഇവിടുത്തെ പെങ്ങടെ കല്യാണം നടന്ന സമയത്ത് എന്റെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നു. അന്ന് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്ത്. അന്ന് എന്റെ കല്യാണം കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു. പറ്റും, നിന്നെ കൊണ്ട് പറ്റും. അമ്മ ചുമ്മാ ആവശ്യമില്ലാത്ത സംസാരം സംസാരിക്കാതെ. പിന്നെ അവള് കേട്ട് കഴിഞ്ഞാൽ അറിയാലോ. നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാത്ത സംസാരത്തിന് നിൽക്കല്ലേ. എന്തൊരു വർത്താനം അമ്മയി പറയുന്നേ? വളരെ മോശമായി കേട്ടോ ഈ അമ്മയി പറഞ്ഞത്. കാരണം ഒരു മോളെ കല്യാണം കഴിപ്പിച്ചു വിടുന്നതിന് ബുദ്ധിമുട്ട് നല്ലോണം അറിഞ്ഞോളാം അമ്മ. ഞാൻ ഈ വീട്ടിൽ വന്നു കയറുന്ന സമയത്തായിരുന്നു ഇയാളുടെ പെങ്ങളെ കല്യാണം. അയാളുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് എന്റെ സ്വർണത്തിന്റെ പകുതി ഞാൻ എടുത്ത് തന്ന്. എന്റെ വീട്ടുകാർ ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ അത് വേണ്ടാന്നോ ഇല്ലാന്നോ പറഞ്ഞിട്ടില്ല. അവര് പൂർണ്ണ സമ്മതത്തോടെ മോളത് കൊടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് അമ്മ ഇപ്പൊ എന്തൊരു വർത്തമാനാ പറയുന്നേ? എന്റെ പെങ്ങളെ, എന്റെ അനിയത്തിയെ കെട്ടിക്കാൻ ഒരു വകയെ നിങ്ങൾ ആരും കൊടുക്കണ്ട. അതിനുള്ള എല്ലാം എന്റെ അച്ഛന്റെ കയ്യിലുണ്ട്. പിന്നെ അവളെ കല്യാണം കഴിക്കാൻ വന്നാൽ നല്ലൊരു ചെറുക്കനാ. അവൻ പെണ്ണിനെ മാത്രം മതി, ഒരു സാധനവും വേണ്ടെന്നാ പറഞ്ഞേക്കുന്നേ. നിങ്ങളുടെ മോന്റെ അടുത്ത് നിങ്ങൾ എന്തോ ഈ പറഞ്ഞു കൊടുക്കുന്നേ? നീ ഒരു മൂത്ത ചേട്ടന്റെ സ്ഥാനത്ത് നിന്നിട്ട് ആ വീട്ടിൽ നല്ലോണം ആ പെങ്കൊച്ചിന്റെ കല്യാണം കഴിപ്പിച്ച് വിടണമെന്ന് പറയാതെ അമ്മ എന്തോ ഈ പറഞ്ഞു കൊടുക്കുന്നേ? ഇങ്ങനെയാണോ പറഞ്ഞു കൊടുക്കുന്നത്? ഞാനേ വേറെ ഒന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. അവൻ വണ്ടി വലിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാ. അമ്മ എന്തോ ഉദ്ദേശിച്ചാ പറഞ്ഞതെന്നൊക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. ഞാൻ ഇന്നും ഇന്നലെയൊന്നും അല്ലല്ലോ അമ്മയെ കാണാൻ തുടങ്ങി. അതുകൊണ്ട് അമ്മ അതൊന്നും പറയണ്ട. അമ്മയ്ക്ക് വല്ല കാര്യമുണ്ടോ? എല്ലാ കാര്യത്തിനും കയറി അഭിപ്രായം പറയണ്ട. വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഞാൻ നിന്റെ നല്ല കാര്യത്തിന് വേണ്ടി പറഞ്ഞതാടാ. നല്ല കാര്യത്തിന് വേണ്ടി പറഞ്ഞു. ഇപ്പൊ എന്തായി? ഇനി ഒരാഴ്ച ഇത് ഇവിടുത്തെ ബഹളത്തിന് അത് മതി. അവര് കല്യാണം നടത്തിക്കോളും. കല്യാണത്തിന് അമ്മയെ വിളിക്കുമ്പോ അമ്മ വന്ന് സന്തോഷത്തോടെ കല്യാണം കൂട്ടിയിട്ട് വന്നാ പോരായോ? അമ്മ അടുത്ത് വല്ല പൈസയുടെ കാര്യങ്ങളോ വല്ലതും ചോദിക്കോ വല്ലതും ചെയ്തോ? എന്നെ കൊണ്ട് പറ്റുന്ന കാര്യം ഞാൻ ചെയ്യും. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഞാൻ ഒന്നും പറയുന്നില്ല. അമ്മ എന്താ അമ്മേ മഴ പെയ്തപ്പോ തുണി പറക്കിടാഞ്ഞേ? തുണി എല്ലാം കിടന്ന് നനഞ്ഞല്ലേ? ഞാൻ തുണി എടുത്തിട്ട്. ആരെടുത്തിട്ട്? തോണ്ട് കിടന്ന് എന്റെ തുണി കിടന്ന് നനയുന്ന? എന്റെ തുണിയൊക്കെ ഞാൻ എടുത്തിട്ട്. അതെന്താ എന്റെ തുണി എടുത്തിടാഞ്ഞെന്നാ ഞാൻ ചോദിച്ചേ. എനിക്ക് സൗകര്യമില്ലായിരുന്നു. സൗകര്യമില്ലല്ലേ? ഞാൻ എല്ലാവരുടെയും കൂടെ തുണിയാ വാഷിംഗ് മെഷീനിൽ കഴുകി എടുത്തിട്ടിട്ട് പോയത്. ഇവിടെ ആളുണ്ടെന്ന് കരുതിയാ പറയാതെ പോയത് മഴ പെയ്യുമ്പോ എടുത്തിടണേന്ന്. എന്നിട്ട് നിങ്ങൾ എന്തോ ഇത് മഴ പെയ്തപ്പോ എന്റെ തുണി അവിടെ കിടന്ന് നനയട്ടെന്ന് കരുതി നിങ്ങളുടെ തുണി മാത്രം എടുത്തിട്ട് ഇങ്ങനെയൊക്കെയാ കാണിക്കുന്നത്. രാവിലെ മനുഷ്യൻ എന്നും എഴുന്നേക്കുന്നത് ഒരു പ്രശ്നം ഉണ്ടാവില്ലേന്ന് കരുതിയ, എന്നിട്ട് മനഃപൂർവ്വം ഓരോ പ്രശ്നം ഉണ്ടാക്കി അടങ്ങത്തോളെന്ന് പറഞ്ഞിരിക്കുക. ഞാനും അങ്ങനെ തന്നെ ദിവസവും തൊഴുത് ദൈവമേ ഒരു ദിവസം വഴക്കുപടല്ലേ ഈശ്വര സന്തോഷമായിട്ട് കഴിഞ്ഞുകൂടി പോണേന്ന് പറഞ്ഞുകൊണ്ട് തൊഴുതാ ഞാനും എഴുന്നേക്കുന്നത്. അയ്യോ ഇങ്ങനൊന്നും പറയല്ലേ. ദൈവം അവിടുന്ന് എഴുന്നേറ്റ് പോകും. നാളെ വല്ലേ തന്നെ തുണി കഴുകിയാ മതി. എനിക്ക് സൗകര്യപ്പെടത്തില്ല.